ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അനുമോള് കപ്പടിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അനുമോള് കപ്പടിച്ചത് ഡിസേർവിംഗ് ആയിട്ടൊരു ആളാണെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിലും കൂടുതൽ ഒരു ഇത്തിരി കൂടി ഡിസേർവിംഗ് ആയിരുന്നു അനീഷിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ആ പ്രപ്പോസലൊക്കെ അനീഷിനെ പോലെ ഒരു മച്ചുവേർഡ് ആയിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു സ്ട്രാറ്റജി മാത്രം അത്ര നല്ലതാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടുണ്ടായില്ല. പക്ഷെ അതിനപ്പുറം എന്ന് പറഞ്ഞാൽ അനീഷ് നന്നായിട്ട് ഗെയിം മനസ്സിലാക്കി കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത്തോളം ഇതിൽ ഏറ്റവും അധികം ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഏറ്റവും അധികം ഗെയിം ആണെന്ന് വിചാരിച്ച് കളിച്ച ഒരാൾ ലക്ഷ്മിയാണ്. ലക്ഷ്മി കപ്പ് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചേനെയും എന്താ പറയുന്ന വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ കപ്പ് കൊണ്ടുപോകാമെന്ന്. പക്ഷേ എങ്കിൽ പോലും ലക്ഷ്മിക്ക് കണ്ടന്റ് കുറവായിരുന്നു. ശരിക്കും അനുമോളെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് നമ്മുടെ ഒരു സാധാരണ ഒരു എന്താ പറയുന്ന ആളുകളുടെ, അല്ലെങ്കിൽ സാധാരണ ആളുകളുടെ എന്ന് പറയത്തില്ല എങ്കിലും നമുക്ക് തോന്നുന്ന കുശുമ്പും കുന്നായ്മയും, അതായത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് നിനക്ക് കിട്ടാൻ പാടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും കൂടിയല്ലേ. കാരണം ഒരു റീ എൻട്രി എന്ന് നമ്മൾ പറഞ്ഞ് ആ ബിഗ് ബോസിലേക്ക് പോകുന്ന തന്നെ ആ മറ്റുള്ള മത്സരാർത്ഥികളെ നമ്മൾ സമാധാനിപ്പിക്കാനും, അതായത് അവരുടെ ഒരു എന്താ പറയുന്ന ഒരു സ്ട്രെസ്സിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ ആശ്വസിപ്പിക്കാനും അതൊക്കെ അല്ലേ ഒരു റീ എൻട്രി. പക്ഷേ ഈ ബിഗ് ബോസിലുണ്ടായ റീ എൻട്രി മാത്രമാണ് അനുമോളെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം അതുപോലെ ഒരു വ്യക്തിയായിട്ട് പിച്ച് ചിന്താൻ പറ്റുമെങ്കിൽ അവർ നന്നായിട്ട് അനുമോളെ പിച്ച് ചിന്തി അവിടെ ഏറ്റവും അധികം ഇമോഷണലി സ്റ്റേബിളും ഇതെല്ലാം ഈ ബിഗ് ബോസ് എന്നുള്ളത് ഒരു റിയാലിറ്റി അല്ല, മറിച്ച് അതൊരു ഗെയിം ആണെന്ന് ചിന്തിച്ച് ഒരേ ഒരു വ്യക്തി, അത് നിലപാടിൻ്റെ ഒരു ഭയങ്കര ഒരു മനുഷ്യത്വം എന്ന് ഞാൻ പറയും ലക്ഷ്മി മാത്രമാണ്. അപ്പം ലക്ഷ്മി ഒഴികെ ബാക്കി എല്ലാവരും പുറത്ത് നടന്ന സംഭവങ്ങളും അകത്ത് നടന്ന സംഭവങ്ങളും എല്ലാം കൂടെയും ചേർത്ത് അതെല്ലാം അനുമോളുടെ തലയിൽ വാരിക്കൊണ്ടെന്ന് വെച്ച് എല്ലാം കൂടെയും ചെയ്ത് എന്താ പറയുന്നത് കപ്പ് പോയി. പിന്നെ ഞാൻ പറയും നൂറ ഫൈനൽ 5-ൽ കയറാതിരുന്നത് ആദില പൊട്ടിച്ചൊരു ബോംബ് കാരണം മാത്രമാണെന്ന് ഞാൻ പറയും. അത് നൂറയ്ക്ക് വേണ്ടി ആദില ചെയ്തതാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ നൂറയ്ക്ക് അത് നെഗറ്റീവാക്കി നൂറ എവിക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, അതായത് കൂടെയുള്ള ഒരാൾ നന്നാവുമ്പം അത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവക്കും കിട്ടരുത്, എനിക്കില്ലെങ്കിൽ അവക്കും കിട്ടാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു മൈൻഡാണ് നമ്മുടെ ആളുകൾക്ക്. ഒന്നിനെയും എന്താ പറയുന്നത് വളരെയധികം നമ്മളൊക്കെ ഞങ്ങൾ ഭയങ്കര മിടുക്കരാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്രയധികം എഡ്യൂക്കേറ്റഡ് ആണ്. ശൈത്യയുടെയൊക്കെ കാര്യത്തിൽ നമുക്ക് മുമ്പൊരു ഇൻസിഡൻറ്റ് തന്നെ അറിയാം. അവർക്ക് ആ 5th സ്ഥാനം അവരുടെ ആ പ്രോഗ്രാം ഷോയിൽ കിട്ടിയപ്പം അവർ ശ്വേതാമേനോൻ്റെ കയ്യിൽ നിന്ന് അത്രയും വലിയ ആക്ട്രസ്സാണ്, അവരുടെ കയ്യിൽ നിന്ന് അത് നല്ല സുഖമായിട്ടത് റിഫ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അവർ പറയുന്നത് ഞങ്ങൾ ഇതിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മളൊരു ഷോയിൽ പോയി, അല്ലെങ്കിൽ നമ്മളൊരു ഷോ അറ്റൻഡ് ചെയ്തു, എന്നിട്ട് പിന്നെ എന്തിനാണ് അവിടെ ജഡ്ജസ് ഇരിക്കുന്നത്? ഓക്കെ, അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും നടന്നത്. അപ്പം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അനീഷ് കപ്പടിക്കണം, ഒരു കോമൺ മാനാണ്, ഇത്രയും നല്ലൊരു പ്ലെയർ ആണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. എങ്കിൽ പോലും അവിടെ ജഡ്ജസ് ഉണ്ട്, അവിടെ ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ വിധിപ്രകാരമാണ് ഇത് നടക്കുന്നത്. നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. എനിവേ കപ്പടിച്ചു, അതിനൊന്നും ഹാപ്പി പോലും ആകാതെ ശൈത്യയൊക്കെ ആ പ്രോഗ്രാമിന് ശൈത്യയുടെ മുഖമൊക്കെ ഇരിക്കുന്ന കാണണം. നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളൊന്ന് വളർന്നു കഴിയുമ്പോൾ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിൻ്റെ പുറകിൽ കുറേ മെസ്സേജസ് ഉണ്ട്. അനുമോളുടെ PR ആണ്. ഓക്കെ, ഇതൊരു ഗെയിമാണ്. ആ ഗെയിമിൽ PR അലൗഡ് ആണ്. PR-കാർക്ക് അല്ലെങ്കിൽ നമുക്ക് PR കൊടുക്കാം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ PR കൊടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അത് അവനവൻ്റെ കഴിവായിട്ടല്ലേ കാണുന്നത്. ആ ഒരു ഗെയിമിന് പോയ ഒരു വ്യക്തി എന്ത് വില കൊടുത്തും ആ ഗെയിമിൽ കപ്പടിക്കുക എന്നുള്ളത് അത് അവനവൻ്റെ കഴിവ് തന്നെയാണ്. അത് പിന്നെ എന്താ പറയുന്നത്, അതിന് PR ഉണ്ട്, 16 ലക്ഷം രൂപയുടെ PR ഉണ്ട് എന്ന് പണ്ട് ആ കൊച്ചിനെ കുത്തിക്കയറേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പം ഇതാണ് പറയുന്നത്, നമ്മൾ ഒരു മനുഷ്യനെ ഒറ്റപ്പെടുത്താൻ പോകരുത്. ഒരു മനുഷ്യനെയും എന്താ പറയുന്നത്, നമുക്ക് കിട്ടാത്ത ഒരു കാര്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി നമ്മൾ മറ്റൊരാളാണെന്ന് വിചാരിക്കരുത്. അവിടെയാണ് ഗെയിം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലക്ഷ്മി പറയുന്നത് കറക്റ്റാണ്. കാരണം എന്താ, ഇതൊരു ഗെയിമാണ്. ഇവിടെ കിട്ടിയില്ലെങ്കിൽ ലൈഫ് പുറത്ത് ഒരുപാടുണ്ട് ജീവിക്കാനായിട്ട്. ഇത് ആ ചിന്തയൊന്നുമില്ല. എല്ലാവരും കൂടി കടിച്ച് കീറി കൊന്നു ആ കൊച്ചിനെ. എനിവേ അനുമോൾ കപ്പടിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം ദിൽഷയ്ക്ക് ശേഷം കപ്പടിക്കുന്ന രണ്ടാമത്തെ ഒരു ഫീമെയിലാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടില്ല ദിൽഷ അത്ര ഡിസേർവിങ് ആയിരുന്നു തോന്നിയിട്ടില്ല. കാരണം ദിൽഷയ്ക്ക് മുഴുവൻ സപ്പോർട്ട് കിട്ടിയത് ഒരു ഡോക്ടർ റോബിൻ്റെ ഒരു ഇത് കൊണ്ടാണ് എനിക്ക് അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ അനുമോള് ആ ഒരു ലവ് ട്രാക്ക് ഒഴികെ അത് വേണ്ടായിരുന്നു. അത് അനീഷിനും അനുമോക്കും അത് ചേരില്ലായിരുന്നു. അവരുടെ ഒരു പക്വതയും അവരുടെ ഒരു എന്താ പറയുന്ന ഗെയിം സ്ട്രാറ്റജിയും വെച്ചിട്ട് അവർക്ക് അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതൊഴികെ 1-2 കാര്യങ്ങൾ ഒഴികെ അനുമോള് നന്നായിട്ട് തന്നെ ഇന്ന് കളിച്ചു. ഇനി അനുമോൾ എന്ത് വേണേലും വിളിച്ചോ, കുലസ്ത്രീന്നോ PR ടീമെന്നോ
അല്ലെങ്കിൽ കരച്ചിൽ മെഴുകൽ അത് ശരിയാണ്. അനുമോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കരയുന്നുണ്ട്. കാരണം എല്ലാവരുടെയും ഇമോഷണൽ സ്റ്റാറ്റസ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, ഈ പറയുന്ന ആൾക്കാരും ഈ 100 ദിവസമൊക്കെ ഇങ്ങനെ ഫാമിലി ഇല്ല, TV ഇല്ല, ഫോണില്ല, യാതൊരു ബന്ധമില്ലാതെ കുറേ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ പോയി താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ കൂട്ടുകാരുണ്ടാവുക എന്നുള്ളതും ആ കൂട്ടുകാരെ വിശ്വസിക്കുക എന്നുള്ളതും ആ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് പണി കിട്ടുമ്പോൾ കരയുക എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ്. അത് ഏറ്റവും കൂടുതൽ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ വിദേശത്ത് ഉള്ളവരുടെ അവർക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഈ വിദേശത്തുള്ളവരുടെ റൂമിലൊക്കെ താമസിക്കുമ്പോഴും അവർ തരുന്ന ചെറിയ ചെറിയ പണികൾ പോലും നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കുകയും ഹേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പം എനിവേ കൺഗ്രാജുലേഷൻസ് അനുമോൾ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.